പശ്ചിമേഷ്യൻ കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുകയാണ്. യുഎസും യമനിലെ ഇറാൻ അനുകൂല ഹൂതികളും ചൊവ്വാഴ്ച കപ്പൽ ഗതാഗതത്തിന് നേരെ വെവ്വേറെ ആക്രമണങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഹോർമുസ് കടലിടുക്കിലേക്ക് നയിക്കുന്ന ഒമാൻ ഉൾക്കടലിലും ചെങ്കടലിന്റെ പ്രവേശന കവാടത്തിലുമാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ചെങ്കടലിൽ ചരക്കു കപ്പലിന് നേരെയുണ്ടായ ഹൂതി മിസൈൽ ആക്രമണത്തിൽ 4 നാവികർ കൊല്ലപ്പെട്ട വാർത്തയും പുറത്തുവന്നിരുന്നു. 3 പാകിസ്ഥാൻകാരും ഒരു ഇന്തോനേഷ്യൻകാരനുമാണ് കൊല്ലപ്പെട്ട നാവികരിലുള്ളത്. ടാൻസ്വാനിയ പതാക വഹിക്കുന്ന ഈജിപ്ഷ്യൻ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള തിഹാമ എന്ന കപ്പലാണ് ഇന്നലെ ബാബൽ മദബ് കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. തീപിടിച്ച കപ്പലിൽ നിന്ന് 4 പേരെ യമനി കോസ്റ്റ് ഗാർഡ് രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ബാബൽ മദബ് കടലിടുക്കിൽ സൈനിക ഉപകരണങ്ങളുമായി സഞ്ചരിച്ച സൗദി കപ്പലിനെയാണ് തങ്ങൾ ആക്രമിച്ചതെന്ന് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള സഭാ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കപ്പലിന്റെ പേര് അവർ വ്യക്തമാക്കിയതുമില്ല. സൗദി അറേബ്യയുടെ പ്രതികരണം ഇതിന് ലഭിച്ചിട്ടുമില്ല. യമനിലെ പ്രധാന തുറമുഖവും സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലയും ലക്ഷ്യമാക്കി ഹൂതി വിമതർ നടത്തിയ ഞെട്ടിക്കുന്ന ആക്രമണത്തിൽ 4 സൈനികരടക്കം 7 പേർ കൊല്ലപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഈ ദാരുണ സംഭവവും പുറത്തുവരുന്നത്. യമനിലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള മുഖുഹ തുറമുഖത്തിന് നേരെയായിരുന്നു ഞായറാഴ്ച ശക്തമായ ആക്രമണം ഉണ്ടായത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് നടത്തിയ ഈ ഭീകരാക്രമണത്തിൽ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തുറമുഖത്തെ കെട്ടിടങ്ങൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഭക്ഷ്യവസ്തുക്കൾ അടക്കമുള്ള ചരക്കുകൾ പൂർണ്ണമായും നശിച്ചതായും സർക്കാർ പിന്തുണയുള്ള ദേശീയ പ്രതിരോധ സേന സ്ഥിരീകരിക്കുകയും ചെയ്തു. ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖം ഒഴിവാക്കി ചരക്കു ഗതാഗതം സാധ്യമാക്കാൻ നവീകരിച്ച യമനിലെ ഏറ്റവും വലിയ തുറമുഖമാണ് ആക്രമണത്തിന് ഇരയായത്. ഇതിനു പുറമെ സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ ജിസാൻ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഹൂതികളുടെ ഡ്രോൺ ആക്രമണമുണ്ടായി. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ഈ ആക്രമണത്തിൽ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചെങ്കിലും അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ മൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. തീയണയ്ക്കാൻ സാധിക്കുകയും ചെയ്തു. ഭാഗ്യവശാൽ ഇവിടെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തതുമില്ല. വടക്കു പടിഞ്ഞാറ് യമനിലേക്ക് സൗദി ഡ്രോണുകൾ കടന്നു കയറിയതിനുള്ള മറുപടിയാണ് ഈ ആക്രമണങ്ങളെന്നാണ് ഹൂതികൾ ഔദ്യോഗികമായി അറിയിച്ചത്. 2014 ആഭ്യന്തര യുദ്ധത്തിലൂടെ യമനിലെ തലസ്ഥാനമായ സന ഹൂതികൾ പിടിച്ചെടുത്തതു മുതൽ സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയുമായി കടുത്ത ഏറ്റുമുട്ടലാണ്. 2022 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന താൽക്കാലിക സമാധാന കരാറാണ് ഇപ്പോൾ ഇത്തരം ആക്രമണങ്ങളിലൂടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. ചെങ്കടലിലെ ബാബൽ മദബ് കടലിടുക്കിൽ സൗദിക്ക് ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെയാണ് ഗുരുതരമായി ബാധിക്കുന്നത്. അതേസമയം യമനിലെയും മേഖലയിലെയും സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യമൻ വിദേശകാര്യമന്ത്രി അഫ്ര അൽ സുബയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് യമനിലെ സൗദി അംബാസഡർ മുഹമ്മദ് അൽ ജാബർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും വിവിധ മേഖലയിൽ സഹകരണം ശക്തമാക്കുന്നതിനെ സംബന്ധിച്ചും നേതാക്കൾ ചർച്ച നടത്തി. സൗദി അറേബ്യ യമന് നൽകുന്ന നിർണായക പിന്തുണയ്ക്ക് യമൻ വിദേശകാര്യമന്ത്രി നന്ദി അറിയിക്കുകയും ചെയ്തു. യമനിലെ വിവിധ പ്രവിശ്യകളിൽ പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെ ഹൂതികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി. തുറമുഖങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകൾ, വൈദ്യുതി, കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങി ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിലും യമൻ സർക്കാരിനും ജനങ്ങൾക്കും സൗദി അറേബ്യ നൽകുന്ന പിന്തുണയെ മന്ത്രി പ്രശംസിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.